2028 നടക്കുവാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം 2025 സെപ്റ്റംബർ 10 രാഷ്ട്രീയ പ്രവർത്തകനും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്ക് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ദുരന്തമായിരുന്നു. എന്നാൽ ഈ ദുരന്തം അദ്ദേഹത്തിൻ്റെ ഭാര്യ എറീക്ക കിർക്കിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ CEO സ്ഥാനത്തേക്ക് അവർ നിയമിതയായി. ഇപ്പോൾ എറീക്കയുടെ പേര് 2028 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ ചർച്ചകളിൽ വരെ നിറഞ്ഞു നിൽക്കുന്നു. അതായത് JD വാൻസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എറീക്കയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ എറീക്ക കിർക്ക്? ഒരു ദുരന്തത്തിലൂടെ ഉയർന്നു വന്ന പ്രതീകം മാത്രമാണോ അവർ? അതോ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുവാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുവാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. എറീക്കയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു ദുരന്തത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ ദുരന്തം അവർക്ക് പൊതുജനങ്ങളുടെ സഹതാപവും സ്വീകാര്യതയും നേടിക്കൊടുത്തു എന്നതും സത്യമാണ്. ഒരു വ്യക്തിപരമായ ദുരന്തം എങ്ങനെയാണ് അതിവേഗം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുന്നതിനുള്ള ചുവടുവെപ്പായി പരിണമിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ പ്രതിഭാസം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വ്യക്തിപരമായ കഥകളും വൈകാരിക പ്രകടനങ്ങളും രാഷ്ട്രീയ നയങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഭർത്താവിനെ വധിച്ചവരോടുള്ള പ്രതികാരം പ്രഖ്യാപിക്കുന്നതിന് പകരം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് പരസ്യമായി മാപ്പ് നൽകി എറീക്ക നടത്തിയ പ്രസംഗം ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഭൂതകാലം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എറീക്കയുടെ ഭൂതകാലത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. 1988 നവംബർ 20 ഒഹായോയിലാണ് എറീക്ക ലെയ്ൻ ഫ്രാൻസ്വേ ജനിച്ചത്. എന്നാൽ അരിസോണയിലെ സ്കോട്ട്ഡെയിലാണ് അവർ വളർന്നു വന്നത്. എറീക്ക ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ വിവാഹബന്ധം വേർപെടുത്തി. പിന്നീട് അമ്മ ലോറി ഫ്രാൻസേയുടെ സംരക്ഷണയിലാണ് അവർ വളർന്നത്. അമ്മയുടെ കഠിനാധ്വാനം എറീക്കയുടെ ജീവിതത്തിന് ശക്തമായൊരു അടിത്തറയിട്ടു. എറീക്ക സാധാരണഗതിയിൽ പൊതുപ്രസംഗങ്ങളിൽ കുടുംബം, വിശ്വാസം എന്നിവയ്ക്കെല്ലാം വലിയ പ്രാധാന്യം നൽകി ഊന്നൽ നൽകി സംസാരിക്കാറുണ്ട്. അവരുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം വേർപിരിഞ്ഞതിൻ്റെ അനുഭവത്തെയും അമ്മയുടെ കഠിനാധ്വാനത്തെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആ വാക്കുകളെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അരിസോണയിലെ ഒരു സ്വകാര്യ കത്തോലിക്ക ഹൈസ്കൂളിലാണ് എറീക്ക പഠിച്ചത്. പഠനത്തോടൊപ്പം ബാസ്കറ്റ്ബോളിലും വോളിബോളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് കോളേജ് തലത്തിലും ബാസ്കറ്റ്ബോൾ കളിച്ചു. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിലും ഇൻ്റർനാഷണൽ റിലേഷൻസിലും ബിരുദം നേടി. അവർ നേടിയ ജൂറിസ് മാസ്റ്റർ ബിരുദവും ക്രിസ്ത്യൻ ലീഡർഷിപ്പിലുള്ള ഡോക്ടറേറ്റും അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായ റോളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. താൻ വെറും ഒരു വീട്ടമ്മയല്ല, മറിച്ച് രാഷ്ട്രീയപരമായും നിയമപരമായും വിദ്യാസമ്പന്നയായ ഒരു വ്യക്തിയാണെന്ന് അവർ ഇതിലൂടെ തെളിയിക്കുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസം ഭർത്താവിൻ്റെ മരണമെന്ന സാഹചര്യം കൊണ്ട് മാത്രം അബദ്ധത്തിൽ നേതാവായ ഒരു സ്ത്രീ എന്നതിനപ്പുറം ഉറച്ച രാഷ്ട്രീയ വ്യക്തിത്വമുള്ള, പ്രത്യേകിച്ച് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ കഴിവുള്ള, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് ആശയങ്ങളിൽ അറിവും അടിയുറച്ച വിശ്വാസവും ഉള്ള ഒരു വ്യക്തിയായി എറീക്കയെ ഉയർത്തി കാണിക്കുന്നുണ്ട്. എറീക്ക പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നതിനെക്കുറിച്ച് നോക്കിയാൽ അവരുടെ ആദ്യ വേദികൾ സൗന്ദര്യ മത്സരങ്ങളായിരുന്നു. 2012 തൻ്റെ 23ാമത്തെ വയസ്സിൽ അവർ മിസ് അരിസോണ USA കിരീടം നേടി. ഈ സമയത്ത് മിസ് USA സഹ ഉടമ ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഈ ബന്ധം എറീക്കയ്ക്ക് ട്രംപിൻ്റെ ബിസിനസ് ശൃംഖലകളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നുവെന്ന് ചിലർ ആരോപിക്കുന്നുണ്ട്. ഈ സൗന്ദര്യ മത്സരങ്ങൾക്ക് അപ്പുറം 2006 തന്നെ എറീക്ക എവരിഡേ ഹീറോസ് ലൈക്ക് യു എന്ന പേരിൽ ഒരു ലാഭരഹിത സംഘടന അവർ സ്ഥാപിച്ചിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ എറീക്ക നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചു എന്നതിൻ്റെ തെളിവാണിത്. എന്നാൽ അവരുടെ വ്യക്തിമുദ്ര ശരിക്കും പതിഞ്ഞത് ക്രിസ്തീയ സംരംഭങ്ങളിൽ തന്നെയാണ്. പ്രൊക്ലൈം സ്ട്രീറ്റ് വെയർ എന്ന വസ്ത്ര ബ്രാൻഡ്, മിഡ് വീക്ക് റൈസപ്പ് എന്ന പോഡ്കാസ്റ്റ്, ബൈബിൾ ഇൻ 365 എന്ന മിനിസ്ട്രി പ്രൊജക്റ്റ് എന്നിവയിലൂടെ ക്രിസ്ത്യൻ കൺസർവേറ്റീവ് വൃത്തങ്ങളിൽ അവർ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും വ്യാപകമായ അംഗീകാരം ആർജിക്കുകയും ചെയ്തിരുന്നു. ഇനി എറീക്കയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു വ്യക്തിപരമായ പരിവർത്തനത്തെക്കുറിച്ച് നോക്കിയാൽ എറീക്കയുടെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുന്നത് ചാർലി കിർക്കുമായി കണ്ടുമുട്ടിയതോടെയാണ്. 2018 അവർ ന്യൂയോർക്കിൽ വെച്ച് പരിചയപ്പെടുന്നത്.
2021 അവർ വിവാഹിതരായി. അവരുടെ വിവാഹം വെറും ഒരു വ്യക്തിപരമായ ബന്ധം മാത്രമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ ബാന്ധവം തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. ഈ വിവാഹ ബന്ധം എറീക്കയെ ചാർലിയുടെ പ്രസ്ഥാനമായ ടേണിംഗ് പോയിന്റ് USA അതിവിപുലമായ പ്രവർത്തന ശൃംഖലയുമായും മാധ്യമ ശക്തിയുമായും ബന്ധിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചാർലിയുടെ മരണശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ 2025 സെപ്റ്റംബർ 18 ടേണിംഗ് പോയിന്റ് USA ബോർഡ് എറീക്കയെ സിഇഒയും ചെയർമാനുമായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. ഒരു മത്സരമോ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോ ഒന്നുമില്ലാതെ തന്നെ നടന്ന ഈ നിയമനം വളരെ ആസൂത്രിതമായിരുന്നെന്നാണ് അവരുടെ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും എറീക്കയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഇതൊരു നിർണായക ചുവടുവെപ്പായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചാർലിയുടെ അനുസ്മരണ ചടങ്ങിൽ എറീക്ക നടത്തിയ പ്രസംഗമാണ് അസാധാരണമിതമാം വിധം ശ്രദ്ധ അവരിലേക്ക് എത്തിച്ചത്. ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ പ്രസംഗത്തിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവാവിന് അവർ പരസ്യമായി മാപ്പ് നൽകി. വെറുപ്പിനുള്ള ഉത്തരം വെറുപ്പല്ല, സുവിശേഷത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഉത്തരം സ്നേഹമാണ് എന്ന് അവർ തുറന്നു പറഞ്ഞു. ഈ പ്രഖ്യാപനം അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ അതേ വേദിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിച്ചത് പ്രതികാരത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ശത്രുക്കളെ വെറുക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് എറീക്കയുടെ സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് നേർവിപരീതമാണ്. ഈ വൈരുദ്ധ്യം തന്നെ എറീക്കയെ കൂടുതൽ വിശാലമായ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങൾക്ക്, വനിതകൾക്ക്, യുവജനങ്ങൾക്കൊക്കെ വളരെയധികം സ്വീകാര്യമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഷ്ട്രീയത്തിൻ്റെ കഠിനമായ മുഖത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാനുഷിക മുഖമുള്ള, ആത്മീയ മുഖമുള്ള ഒരു വ്യക്തിത്വമായി എറീക്കയെ ഉയർത്തി കാണിക്കുവാൻ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2028 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സാധ്യതകളെക്കുറിച്ചാണ് ഇനി നമുക്ക് പരിശോധിക്കുവാനുള്ളത്. 2028 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എറീക്ക കിർക്കിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന് അനുകൂലവും പ്രതികൂലവുമായ പല ഘടകങ്ങളുണ്ട്. അനുകൂല ഘടകങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ പെട്ടെന്നുണ്ടായ ദുരന്തം അവർക്ക് വലിയൊരു സഹതാപം നേടിക്കൊടുത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയപരമായ ഒരു വലിയ ആസ്തിയാണ്, അല്ലെങ്കിൽ വലിയൊരു മൂലധനമാണ്. അവരുടെ യുവത്വവും ക്രിസ്തീയ വിശ്വാസവും യുവതലമുറയെയും സ്ത്രീകളെയും ആകർഷിക്കാനുള്ള അസാധാരണമായ കഴിവും അവർക്ക് ഈ യാത്രയിൽ സഹായമായി മാറിയേക്കാം. കൂടാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടേണിംഗ് പോയിന്റ് USA വലിയൊരു പ്ലാറ്റ്ഫോം അവർക്ക് പിന്തുണയായിട്ടുണ്ട്. അതൊരു വലിയ ശക്തിയാണ്. ഒക്ലഹോമയിലെ സ്കൂളുകളിൽ ഇപ്പോൾ ടേണിംഗ് പോയിന്റ് USA ചാപ്റ്ററുകൾ സ്ഥാപിക്കുവാനുള്ള തീരുമാനം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. അമേരിക്കയിൽ ഉടനീളം ഈ ടേണിംഗ് പോയിന്റ് USAക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അംഗീകാരം അവർക്ക് ലഭിക്കുവാൻ പോകുന്ന സാധ്യതകളെ ധാരാളമായി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി എന്തൊക്കെയാണ് എറീക്കയ്ക്കുള്ള പ്രതികൂല ഘടകങ്ങൾ എന്നുകൂടെ പരിശോധിക്കാം. അതായത് എറീക്ക രാഷ്ട്രീയ രംഗത്തോ തെരഞ്ഞെടുപ്പുകളിലോ ഒരു മുൻപരിചയമുള്ള വ്യക്തിയല്ല. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മ. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയെന്നും കൂടെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ പ്രസംഗങ്ങൾ മിക്കപ്പോഴും വികാരങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ളതാണ്. നയങ്ങളെക്കുറിച്ച് അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു വലിയ വെല്ലുവിളിയാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. 2022 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള എറീക്കയുടെ സാധ്യതകൾ സങ്കീർണമാണ്. ഒരു വശത്ത് അവരുടെ ദുരന്ത കഥയുണ്ട്, യുവത്വമുണ്ട്, ക്രിസ്തീയ അടിത്തറയുണ്ട്, ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ പിന്തുണയുണ്ട്, വലിയൊരു ജനപിന്തുണ ഇപ്പോൾ അവർക്കുണ്ട്. മറുവശത്ത് രാഷ്ട്രീയ പരിചയക്കുറവും നയപരമായ വിഷയങ്ങളിലെ പരിമിതമായ അറിവും അവർ നേരിടുന്ന വിമർശനങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. എറീക്ക കിർക്കിൻ്റെ ഉയർച്ച, ഒരു ദുരന്തം, വ്യക്തിപരമായ കഥ, നിലവിലുള്ള രാഷ്ട്രീയ ശൃംഖലകൾ എന്നിവയുടെ ഒരു സംയോജനമാണെന്ന് മനസ്സിലാക്കുക. ഭർത്താവിൻ്റെ മരണശേഷം അവർക്ക് ലഭിച്ച പദവി ഒരു വലിയ സാധ്യതയാണ്. അവർ ഒരു പ്രതീകാത്മക നേതാവായി മാത്രം തുടരുമോ അതോ ഒരു യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി മാറുമോ എന്നത് വരുന്ന മാസങ്ങളിൽ അവർ എങ്ങനെയാണ് ഈ വെല്ലുവിളികളെ നേരിടുന്നത് എന്നതിനെ ആശ്രയിച്ച് തന്നെയിരിക്കും. ഇപ്പോൾ അവർ ഒരു പ്രതീകവും ഒപ്പം ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമാണ്. ഈ രണ്ട് റോളുകളെയും വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് കഴിയുമോ എന്നതാണ് 2028 തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സാധ്യതകളെ നിർണ്ണയിക്കുക. എന്തായിരുന്നാലും എറീക്ക കിർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രതീകമായി മാറിക്കഴിഞ്ഞു. ഈ പ്രതീകം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്യുക.
ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.